ഇതിനെക്കാട്ടിൽ ഹൈപ്പുള്ളൊരെണ്ണം നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളോടൊരു ടീം ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പരിപാടി നിർത്താൻ പോകുന്നില്ല. കാരണം ഇതൊക്കെ ആർക്കെങ്കിലും കിട്ടുന്ന കാര്യമാണ്, ആർക്കെങ്കിലും ഉപകാരമുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ നോക്കിയാൽ മതി, എൻ്റെ പേജിൽ അങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതിൽ ചെയ്യുമില്ലെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രൊമോഷൻ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ട്. ഞാനത് ചെയ്തിട്ടില്ല. കാരണം വേറൊന്നുമല്ല, എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും കൂടെ എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഗീവ് അവേ പ്രൊമോഷൻസ് മാത്രം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫ്രീ ആയിട്ട് ₹1 ചിലവില്ലാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാനിട്ടിരിക്കുന്ന മെഴ്സിഡസ് ബെൻസ് ഇ ക്ലാസ്. ഇപ്പോൾ ജസ്റ്റ് ഈ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ പറയാനും ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാനുമാണ് നമ്മളിപ്പം വീഡിയോ ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇത്രയും നീറ്റ് ക്ലീനായിട്ടൊരു വണ്ടി നിങ്ങൾക്ക് വെറുതെ തരാൻ കാണിക്കുന്ന നമ്മളുടെ മനസ്സ് നിങ്ങൾ കാണാതെ പോരുത്. കാരണം ഈ വണ്ടിക്കൊരു മൈന്യൂട്ട് കംപ്ലൈൻ്റ് ഇല്ല. സംഭവം V6 ആണ്, ഓക്കെ, മൈലേജ് കുറവാണ്, ശരിയാണ്. പക്ഷേ മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറവായിരിക്കും പെട്രോൾ വണ്ടിക്ക്. ഇത് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഇത് അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്നല്ല, ഇത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ആർക്കെങ്കിലും അത്ര, അതായത് ഈ ബെൻസ്, ഈ ഒരു മോഡൽ ബെൻസ് എന്നൊക്കെ പറയുന്നത് എക്കാലത്തെ ഒരു വണ്ടി ഭ്രാന്തൻ്റെ ഒരു സ്വപ്നതുല്യമായ വാഹനമാണ് ഇങ്ങനൊരു വണ്ടി. നമുക്ക് വണ്ടി ഭ്രാന്ത് തുടങ്ങുന്ന സമയം തൊട്ടേ മനസ്സിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു ലക്ഷറി വണ്ടി വേണം, ഒരു ബെൻസ് വേണം, BM വേണം, ഓഡി വേണം, ഇങ്ങനെ കുറച്ച് ബ്രാൻഡുകൾ നമ്മുടെ മനസ്സിൽ വരും. അപ്പം അങ്ങനെയുള്ള ഒരു ബ്രാൻഡ്, ഒരു ഈ ക്ലാസ്, ഈ മോഡൽ, ഈ ഫേസ് വരുന്ന ഈ ഒരു മോഡൽ നമ്മൾ വെറുതെയാണ് കൊടുക്കുന്നത്. അതിന് ഞാൻ പറഞ്ഞല്ലോ, റീച്ചിനായിക്കോട്ടെ, ഫോളോവേഴ്സിനായിക്കോട്ടെ, എന്തിനും ആയിക്കോട്ടെ. ഇപ്പോൾ ഇത് നമുക്ക് സ്പോൺസർ ചെയ്യിക്കുന്നത് ഫാം മൊബൈൽസ് ആണ്. അവർ എന്തിനും ആയിക്കോട്ടെ, അവർ ഇത്രയും നല്ല ഒരു വണ്ടി, ഇത്രയും ക്ലീൻ സ്പെക്ക്, ഇത്രയും നല്ല ക്ലീൻ ആയിട്ടൊരു വണ്ടി നമുക്ക് തരാൻ കാണിച്ച മനസ്സ്, അത് തീർച്ചയായിട്ടും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരിങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്കത് സന്തോഷമാണ്. കാരണം ഇത്രയും നല്ല വണ്ടിയൊക്കെ ഗീവ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. കാരണം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ലക്ഷറി ആയിട്ട് ഈ ഒരു ഗിഫ്റ്റുകൾ കൊടുക്കുന്നത് നമ്മളാണ്. അത് ദൈവം സഹായിച്ച് എന്തൊക്കെയോ അനുഗ്രഹം കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. ഇന്ത്യയിൽ ആദ്യം ഫ്രീ ആയിട്ട് കാർ ഗിഫ്റ്റ് കൊടുത്തത് ഞാൻ തന്നെയാണ്, എൻ്റെ ഹോണ്ട അക്കോർഡ്. അത് വേറെ ഒന്നിനുമല്ല, എൻ്റെ സ്വന്തം വണ്ടിയാണ് ഞാൻ കൊടുത്തത്. അത് അത്രയും ക്ലീൻ ആയിട്ട്, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി, ആ വണ്ടിക്കൊരു കംപ്ലൈൻ്റ് ഇല്ല, ആ വണ്ടി പക്കാ നീറ്റായിരുന്നു. അപ്പോൾ അത്രയും നല്ലൊരു വണ്ടിയാണ് നമ്മൾ അന്നും കൊടുത്തത്. തുടക്കം ഇടുന്നത് നമ്മൾ, ഇന്ന് ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട്, ഇന്ന് ഒരുപാട് ആൾക്കാർ ഇതുപോലെ വണ്ടികൾ വെറുതെ കൊടുക്കുന്നുണ്ട്. നല്ല കാര്യമാണ്, നമ്മൾ അതെല്ലാം പ്രോത്സാഹിപ്പിക്കണം. കാരണം ആരിങ്ങനെ വണ്ടി വെറുതെ ഗിഫ്റ്റ് കൊടുക്കുന്നോ തീർച്ചയായിട്ടും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇതൊരു ലക്കാണ്. നിങ്ങൾ ചിലവരുണ്ട് ഈഗോ കാണിച്ച് മാറി നിൽക്കും, എന്തിന് വേറെ പണിയില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ ലക്ക് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ₹1 ചിലവില്ല, അതാണ് പറയുന്നത്. ജസ്റ്റ് പോയി കഴിഞ്ഞാൽ ഒരു കമൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും ലക്ഷങ്ങൾ വിലയുള്ള ഒരു സമ്മാനമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ മെൻഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരോട് പറയുന്നുണ്ട്, നിനക്കൊന്നും വേറെ പണിയില്ലയോ? അങ്ങനെ എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, ചേട്ടാ ഒരുപാട് പേര് നമ്മളെ കളിയാക്കുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ അതിന്. അപ്പം ഞാൻ ഇവരോടെല്ലാം ഒരു കാര്യം പറയും, ബ്രോ, ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടും, അന്നേരം ഈ കളിയാക്കിയവരോട് പറയണം, നോക്കടാ എനിക്ക് കിട്ടി എന്നുള്ളത്. അത് കിട്ടിയത് ഇത്രയും വലിയ ഐറ്റമാണ്, ഇങ്ങനെ പറയണമെന്ന് ഞാൻ പറയും. കാരണം ഈ ഒരു അനുഭവം എനിക്കുണ്ടായി. നമ്മുടെ കഴിഞ്ഞ ഗീവ് അവേയിൽ, ഏതിൻ്റെ ഗീവ് അവേ ആയിരുന്നു? എയ്സ് ലോജിക്ക് നടത്തിയ ഗീവ് അവേ. ആ പയ്യനാന്ന് തോന്നുന്നു. ആ പയ്യൻ എന്നോട് പറഞ്ഞത്, ചേട്ടാ ഒരുപാട് പേര് കളിയാക്കിയായിരുന്നു ഇതുപോലെ, നിങ്ങളുടെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ്, നിനക്കൊന്നും വേറെ പണിയില്ല, നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, ചുമ്മാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ, നിനക്ക് വേറെ പണിയില്ല, നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് ആ പയ്യൻ എന്നോട് പറഞ്ഞു. അവസാനം അവൻ പറഞ്ഞു, എനിക്ക് കിട്ടിയപ്പം ഈ കളിയാക്കിയവരോടെല്ലാം ഞാൻ പറഞ്ഞു, നോക്കടാ ലക്ക് എപ്പോഴാന്ന് പറയാൻ പറ്റത്തില്ല, എനിക്ക് കിട്ടിയെന്നുള്ളത്. അവൻ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. അതൊക്കെ പറഞ്ഞില്ല, ഞാൻ ഒന്നുകൂടെ ഞാൻ പറയുവാണ്, ലക്ക് എപ്പോഴാന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊരു ലോട്ടറി അടിക്കുന്ന പോലെയാണ്. നിങ്ങൾ അത്രയും ചിന്തിച്ചാൽ നിങ്ങൾക്കൊരു ലോട്ടറി അടിക്കുന്ന പോലെയാണ്. നമ്മൾ ഒരു ലോട്ടറി നമ്മൾ എടുക്കുന്നു. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, നമ്മളെല്ലാവരും ലോട്ടറി എടുക്കുന്നവരാണ്. ഞാൻ വല്ലപ്പോഴും ഒക്കെ എടുക്കുന്നതാണ്. ഒരു തവണ അടിച്ചില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ എടുക്കാതിരിക്കുമോ? ഞാൻ അങ്ങനെയല്ല, ഞാൻ വല്ലപ്പോഴും ഒക്കെ ലോട്ടറി എടുക്കുന്നവരാണ്. നിങ്ങൾ ഒരു ലോട്ടറി പോലെ ഇത് കണ്ടാൽ മതി. എത്രയോ ആൾക്കാർ, എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഡെയിലി ലോട്ടറി എടുക്കുന്നവരുണ്ട്. ആർക്കെങ്കിലും എല്ലാവർക്കും അടിക്കുന്നുണ്ടോ? കുറച്ച് പേർക്കല്ലേ അടിക്കുന്നുള്ളൂ. ഓരോ സമ്മാനം ഇത്രയ്ക്ക് സമ്മാനങ്ങളുള്ളത്, മെയിൻ ഗിഫ്റ്റ് ഒരാൾക്കല്ലേ അടിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ചെറിയ. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾക്ക് കിട്ടും, പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ, ചെയ്യാതിരിക്കരുത്. കാരണം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ലക്കുണ്ടെങ്കിലും നിങ്ങൾക്കത് കിട്ടാതെ പോവും. താൻ പാതി ദൈവം പാതി എന്നാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുക,
പുള്ളിക്കാരൻ ചെയ്യേണ്ടത് ലക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങൾക്കിത് കൊണ്ടു നടക്കാൻ താല്പര്യമില്ലെങ്കിൽ പോലും നിങ്ങൾക്കിത് കിട്ടിയിട്ട് നിങ്ങളിത് വേറെ ആർക്കെങ്കിലും മറിച്ച് കൊടുക്കുവാണെങ്കിൽ പോലും ലക്ഷങ്ങൾ കിട്ടുന്നൊരു മുതലാണിത്. അതുപോലെ തന്നെ GT, നിങ്ങൾ UAE വിന്നറാവുന്നെങ്കിൽ ഫോർഡ് മസ്താങ് GT ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ വണ്ടി ഒരു കിളിക്കുഞ്ഞു പോലത്തെ വണ്ടിയാണത്. ഞാൻ പറയുന്നില്ല, അവിടെ നമ്മൾ ആ വണ്ടി അതുപോലെ ഓടിക്കുക അല്ലെങ്കിൽ ആ ഒരു ഫീൽ എനിക്ക് ആ വണ്ടിയിൽ അവിടെ കിട്ടി. നല്ല എന്താ പറയുന്നത്, അടിപൊളി വണ്ടി, അത്രയുള്ള ആ വണ്ടി. അവിടെ UAE ആർക്ക് കിട്ടിയാലും നമ്മൾ അവിടെ അത് കൊടുക്കും, ഇന്ത്യയിൽ ആർക്ക് കിട്ടിയാലും നമ്മളിവിടെ ഈ വണ്ടിയും കൊടുക്കും. വണ്ടി ഉണ്ടല്ലോ, ഞാൻ വണ്ടിയുടെ കുറഞ്ഞ് ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഞാൻ പറയാൻ വന്ന കാര്യം ഇതാണ്, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കരുത്. കാരണം ചെയ്ത് കഴിഞ്ഞാൽ ലക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ആ വീഡിയോയിൽ ഏകദേശം 9 ലക്ഷത്തോളം കമൻറ്റാണ് വന്നത്. അപ്പം നമ്മളെ അത്രയും പേര് ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഒരാളെ ഇതിന് അർഹരായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ, ഒരാൾക്കേ പറ്റത്തുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ വിഷമിക്കുമെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ അവർ നമ്മളെ ചിലപ്പം ആ സമയത്ത് നമ്മളെ അൺഫോളോ അടിച്ച് പോകും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കാരണം ഇത് ആഗ്രഹിച്ച് വന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അൺഫോളോ അടിക്കുന്നവർ കാണും. അതൊക്കെ ഞാൻ ഒരിക്കലും അതിനൊന്നും കുറ്റം പറയത്തില്ല. കാരണം കിട്ടാത്ത വിഷമത്തിൽ അങ്ങനെ പലതും ചെയ്യും. എനിക്ക് ഒരുപാട് ഇത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരുപാട് ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോഴെല്ലാം ഇത് കിട്ടാതെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് അൺഫോളോ അടിച്ച് തിരിച്ചവർ വന്നിട്ടുണ്ട്, സന്തോഷം പറഞ്ഞുകൊണ്ട് ബ്രോ അടുത്ത് നിങ്ങൾ ഇത് കൊണ്ടുവന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇതായിട്ട് നമുക്ക് മെസ്സേജ് ആണെങ്കിലും കമൻ്റ് ആണെങ്കിലും എല്ലാം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അത് ഞാൻ പറയുന്നില്ല, ഞാൻ ആരും ഒരു കുറ്റവും പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇതുകൊണ്ട് നമ്മൾ നിർത്താൻ പോകുന്നില്ല. ഇനിയും ചിലപ്പം ഉടനെ ഒന്നും പറ്റിയില്ലെങ്കിലും ഇതിനെക്കാട്ടിൽ ഹൈപ്പുള്ളൊരെണ്ണം നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളോടൊരു ടീം ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പരിപാടി നിർത്താൻ പോകുന്നില്ല. കാരണം ഇതൊക്കെ ആർക്കെങ്കിലും കിട്ടുന്ന കാര്യമാണ്, ആർക്കെങ്കിലും ഉപകാരമുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ നോക്കിയാൽ മതി, എൻ്റെ പേജിൽ അങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതിൽ ചെയ്യുമില്ലെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രൊമോഷൻ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ട്. ഞാനത് ചെയ്തിട്ടില്ല. കാരണം വേറൊന്നുമല്ല, എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും കൂടെ എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഗീവ് അവേ പ്രൊമോഷൻസ് മാത്രം ചെയ്യുന്നത്. എനിക്ക് മാത്രമായിട്ട് ഞാൻ അങ്ങനെ ഒന്നും നോക്കുന്നില്ല, എൻ്റെ കൂടെ നിൽക്കുന്നവർ കൂടെ കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഗീവ് അവേ വീഡിയോസ് ചെയ്യുന്നത്. അതാകുമ്പം നമുക്കും എന്തെങ്കിലും കിട്ടും, എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ വണ്ടിയുടെ ഫുള്ള് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. ഫുൾ ക്ലീനാണ് ഈ വണ്ടി, അങ്ങനെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എക്സ്റ്റീരിയർ നോക്കുവാണെങ്കിൽ തന്നെ അങ്ങനെ തട്ടലോ മുട്ടലോ അല്ലെങ്കിൽ ജസ്റ്റ് ഓരോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ വണ്ടിക്ക്. പക്ക നീറ്റാണ് വണ്ടി. അതുപോലെ തന്നെ അവർ എക്സ്ട്രാ അലോയ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നതാണ് ഇതിൽ. അത്യാവശ്യം നല്ല ടയർ ഉണ്ട്. നോക്കി ടയർ കാണിച്ചേടാം, നോക്ക്, അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൽ. നോക്ക്, നിങ്ങൾ സൈഡ് പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ പോലും ബാക്ക് പ്രൊഫൈൽ ആണെങ്കിലും വേറെ ഒരു വിഷയങ്ങളോ കാര്യങ്ങളോ ഇല്ല. ഇപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചുതരാം. മോനെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചടാ. എല്ലാ സ്വിച്ചുകളും വർക്കിംഗ് ആണ്, ഒന്നും ഇതിൻ്റെ വർക്കിംഗ് അല്ലാതിരിക്കുന്നതിൽ എല്ലാം വർക്കിംഗ് ആണ്. ബാക്കിലെ കർട്ടൻ ആണെങ്കിലും എന്താണെങ്കിലും എല്ലാ സെൻസറും, അതുപോലെ ബാക്ക് ഫ്രണ്ട് എല്ലാ സെൻസറും വർക്കിംഗ് ആണ്. ഒന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു കംപ്ലൈൻറ്റോ ഒരു കാര്യങ്ങളോ വണ്ടിയിലില്ല. എന്താ പറയുക, ഇത് കിട്ടുന്നവരുടെ ലക്കാണ്, അതേ ഞാൻ പറയുന്നുള്ളൂ. ഈ വണ്ടി കിട്ടുന്നവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആണ് ഈ ഒരു വണ്ടി കിട്ടുന്നവർക്ക്. അത്ര നീറ്റാണ് ഈ വണ്ടി. സത്യം പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റയിലിട്ട വീഡിയോയിൽ ഞാൻ തന്നെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, എനിക്കിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ ചെയ്യുമെന്ന്. ഏകദേശം ആ കമൻറ്റിന് താഴെ റിപ്ലൈ ആയിട്ട് വന്നത് 850 900 റിപ്ലൈ ആണ് അതിന് വന്നത്. ഒരുപാട് പേര് പറഞ്ഞു പാർട്ടിസിപ്പേറ്റ് ലക്കുണ്ടെങ്കിൽ കിട്ടും. കുറേ പേര് പറഞ്ഞു ചെയ്യണ്ട, അങ്ങനെ ചെയ്യണ്ട, നിങ്ങൾക്ക് ചിലപ്പോൾ ലക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കിട്ടും. ഞാനിതുവരെ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഗിഫ്റ്റുകൾ നമ്മൾ കൊടുത്തിട്ട് പോലും ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നപ്പോഴും എനിക്കത് സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാനത് ചെയ്തില്ല. കാരണം വേണ്ട, ഒരു നെഗറ്റീവ് അടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ചെയ്ത് കേട്ടോ എങ്ങാണം കിട്ടത്തില്ല, എങ്ങാണം കിട്ടിക്കഴിഞ്ഞാൽ പറയും ഞാൻ അറിഞ്ഞുകൊണ്ട് എനിക്ക് തന്നെ കിട്ടിയത്. ഇത് അറിയാമല്ലോ, കമൻറ്റ് പിക്കറാണ് ഈ സാധനം. ഈ സാധനം ലക്കുള്ള ഒരാളെ സെലക്ട് ചെയ്യും. ഈ സെലക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഭാഗ്യത്തിന് എനിക്ക് എങ്ങാണം ആയിപ്പോയെങ്കിൽ പിന്നെ ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ട് ഞാൻ
ഉണ്ടാക്കിയെടുത്ത് എൻ്റെ എല്ലാ ഇമേജും പോകും. കാരണം നിങ്ങൾ പറയും ഓഹോ അപ്പോൾ തന്നെത്താൻ ചെയ്ത് തന്നെത്താൻ അങ്ങ് എടുത്തെന്ന് പറയും. അതുകൊണ്ട് വേണ്ട, ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എൻ്റെ പൊന്നെ. അപ്പം ഇതേ ഞാൻ പറഞ്ഞു വന്നതേ ഉള്ളൂ, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. അത്ര ക്ലീനാണ് വണ്ടി, ലക്കുള്ള ഒരാൾക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. വേറെ കാര്യം, ഇനിയും ഇതിലും അടിപൊളി അല്ലെങ്കിൽ നല്ല സെറ്റായിട്ടുള്ള ഐറ്റമായിട്ട് നമ്മൾ വരും. ഓക്കെ, ബൈ.